ഭുവനേശ്വർ മണ്ഡലവുമായി ബന്ധപ്പെട്ടുള്ള വൈകാരികമായി സംസാരിച്ചു. ഈ കോൺഗ്രസിനെയാണോ അദ്ദേഹത്തെ കൊലപ്പെടുത്തിയെന്ന് കരുതുന്നുണ്ടോ? ശ്രീ അന്നത്തെ കുറെ ഗുണ്ടാ പിള്ളേരല്ല ആ പാർട്ടിയിലൊക്കെ LSSന്റെ ആ പ്രദേശത്തെ കുറെ നയപ്രമാണിമാരുടെ മക്കളാണ് മുമ്പന്തേലും ഉണ്ടാകുന്നത്. ഒരുത്തൻ ഇപ്പോഴും സമുദായ നേതാവാണ്. മനസ്സിലായോ? അവരാരും ഒരു പ്രസ്ഥാനത്തിനും ഇപ്പം ഇല്ല, രാഷ്ട്രീയ പാർട്ടികളൊന്നുമില്ല. ആലപ്പുഴയിൽ ജി സുധാകരൻ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത്. ചോദ്യം ജി ഭുവനേശ്വരനെ കുറിച്ചായിരുന്നു. ആരായിരുന്നു ജി ഭുവനേശ്വരൻ? ജി സുധാകരൻ്റെ അനിയൻ. അതിനപ്പുറത്ത് SFI നേതാവായിരുന്നു. പന്തളം NSS കോളേജിലെ SFIയുടെ യൂണിറ്റ് സെക്രട്ടറി. ജി ഭുവനേശ്വരനെ KSU പ്രവർത്തകർ തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ക്യാമ്പസിൽ നടന്ന അതിക്രൂരമായ കൊലപാതകങ്ങളിൽ ഒന്ന്. ആ കൊലപാതകം നടത്തിയ KSUക്കാരെ വെള്ളപൂശിക്കൊണ്ട് നായർ ഗുണ്ടകളാണ് അന്ന് ഭുവനേശ്വരനെ കൊലപ്പെടുത്തിയത് എന്ന് പറഞ്ഞ് കോൺഗ്രസിനെയും KSUക്കാരെയും വെള്ളപൂശുന്നു ജി സുധാകരൻ. എന്നാൽ 2025 ഡിസംബർ 7 ജി സുധാകരനിട്ട ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇതല്ല പറയുന്നത്. ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കാം, പ്രേക്ഷകർക്ക് കാണുകയും ചെയ്യാം. രക്തസാക്ഷി സഖാവ് ജി ഭുവനേശ്വരൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ജി സുധാകരൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ആരംഭിക്കുന്നു. അതിൽ പറയുന്നു, ഇന്ന് ഡിസംബർ 7 ജി ഭുവനേശ്വരൻ്റെ രക്തസാക്ഷി ദിനം. എൻ്റെ ഏറ്റവും ഇളയ അനുജൻ, ഞങ്ങളുടെ വീട്ടിലെ അഞ്ചാമൻ, ശിരസിൽ രക്തം ഇരിച്ചു കയറുകയും ഹൃദയത്തിൽ വാത്സല്യവും ദുഃഖവും നിറഞ്ഞു കവിയുകയും ചെയ്യുന്നു. പന്തളം NSS കോളേജിൽ BA എക്കണോമിക്സ് 2ാം വർഷ വിദ്യാർത്ഥിയായിരുന്നു. KSU DSU കാബാലികർ കാലിൽ പിടിച്ച് തറയിലടിച്ച് മൃഗീയമായി കൊന്നത് കേരളത്തെ ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ് എന്ന്. ആരാണ് കൊന്നത്? KSU DSU കാബാലികർ എന്ന് കൃത്യമായും 2025 ഡിസംബർ 7 ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിൽ ജി സുധാകരൻ പറയുന്നു. ഒന്നുകൂടി വായിക്കാം. രക്തസാക്ഷി സഖാവ് ഭുവനേശ്വരൻ. ഇന്ന് ഡിസംബർ 7 ജി ഭുവനേശ്വരൻ്റെ രക്തസാക്ഷി ദിനം. എൻ്റെ ഏറ്റവും ഇളയ അനുജൻ, ഞങ്ങളുടെ വീട്ടിലെ അഞ്ചാമൻ, ശിരസിൽ രക്തം ഇരച്ചു കയറുകയും ഹൃദയത്തിൽ വാത്സല്യവും ദുഃഖവും നിറഞ്ഞു കവിയുകയും ചെയ്യുന്നു. പന്തളം NSS കോളേജിൽ BA എക്കണോമിക്സ് 2ാം വർഷ വിദ്യാർത്ഥിയായിരുന്നു. KSU DSU കാബാലികർ കാലിൽ പിടിച്ച് തറയിലടിച്ച് മൃഗീയമായി കൊന്നത് കേരളത്തെ ഞെട്ടിച്ച സംഭവമാണ് എന്ന്. ഇതേ KSU കാബാലികരെയാണ്, ഈ സുധാകരൻ്റെ ഭാഷയിൽ KSU DSU കാബാലികരെയാണ് വെറും നായർ ഗുണ്ടകളായി ഇന്ന് ജി സുധാകരൻ മാറ്റുന്നത് എന്നോർക്കണം. എന്ന് വെച്ചാൽ കോൺഗ്രസുമായി ബന്ധത്തിനു വേണ്ടി സ്വന്തം അനുജൻ്റെ കൊലയാളികളെ പോലും തള്ളിപ്പറയാൻ തയ്യാറാകുന്ന ജി സുധാകരനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ജി സുധാകരൻ എന്ന കമ്മ്യൂണിസ്റ്റിൻ്റെ അധഃപതനം എന്ന് വേണമെങ്കിൽ പറയാം.